സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള ഏത് തരത്തിലുള്ള വിക്രയങ്ങളെയും ഇസ്ലാം എതിർക്കുന്നു. കാരണം പുരുഷനും സ്ത്രീയും തനിച്ചായാൽ അവർ തെറ്റിൽ ഏർപ്പെടും. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏതു പദ്ധതി വന്നാലും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർക്ക് പിന്നാലെ ഇപ്പോഴിതാ മതപ്രഭാഷകൻ അൻസാരി സുക്രിയുടെ വാക്കുകളും വിവാദത്തിലേക്ക്. ഇസ്ലാം പിന്തുടരുന്നത് ഖുറാനും അതിലെ വചനങ്ങളും മാത്രമാണെന്നും ഒരു രാഷ്ട്രമോ അതിലെ ഏതെങ്കിലും പ്രസ്ഥാനമോ ഇസ്ലാമിന് പ്രശ്നം അല്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് ഇസ്ലാമിന്റെ നിലപാടാണെന്നുമായിരുന്നു അൻസാരി സുക്രി ചർച്ചയിൽ പറഞ്ഞത്. അതായത് പൂർണ്ണമായും ഇസ്ലാമിക് നിയമം പാലിച്ച് വാഹനമോടിക്കാനും കായിക അഭ്യാസം നടത്താനും കലയും സാഹിത്യവും നടത്താനും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. സിനിമയെ ജനങ്ങൾ അനുകരിക്കുന്നത് കൊണ്ട് ഇസ്ലാം അതിനെ എതിർക്കും. വിഷനിലൂടെ കാണുന്നത് മനുഷ്യന്റെ മനസ്സിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അന്യപുരുഷനും സ്ത്രീയും തനിച്ചാവുന്നതിന് ഇസ്ലാമിൽ വിലക്കുണ്ട്. തെറ്റിലേക്ക് പോകാനുള്ള വഴിയെ കൂടി ഇസ്ലാം ഇല്ലാതാക്കുകയാണ്. ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യങ്ങളാണ്. അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള ഏത് തരത്തിലുള്ള പരിപാടിയും ഇസ്ലാം എതിർക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഓഫീസിലോ സേനയിലോ തിയേറ്ററിലോ പുരുഷനും സ്ത്രീയും ഇടകലരുന്നത് തെറ്റാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ഇസ്ലാം മത നിയമപ്രകാരം തെറ്റാണ് എന്ന് തന്നെയായിരുന്നു അൻസാരി സുക്രിയുടെ മറുപടി. അതേസമയം സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള മേക് 7 വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെയായിരുന്നു കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തിയത്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏതു പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെതിരെ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രൂക്ഷ വിമർശനം ഉയർത്തി രംഗത്തെത്തുകയാണ്. അദ്ദേഹം പറയുന്നത് പൊതു ഇടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങരുത് എന്നത് പിന്തിരിപ്പൻ നിലപാടാണ്. അങ്ങനെ ശാഠ്യം പിടിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാകില്ല. പുരോഗമന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഇക്കഴിഞ്ഞ ദിവസമാണ് കുറ്റ്യാടിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അബൂബക്കർ മുസ്ലിയാർ തന്റെ നിലപാട് വീണ്ടും ആവർത്തിച്ചത്. വിശ്വാസ സംരക്ഷണമാണ് പ്രധാനം എന്നതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അബൂബക്കർ മുസ്ലിയാർ തന്റെ നിലപാടിനെ ന്യായീകരിച്ചത്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏതു പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കും. യാഥാസ്ഥിതികരെന്ന് വിമർശിച്ചാലും പ്രശ്നമില്ല. ലോകം തിരിയാത്തത് കൊണ്ട് പറയുന്നതുമല്ല, നന്നായി മനസ്സിലാക്കിയാണ് ഇക്കാര്യം പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലപ്പുറം കീഴ്ശേരിയിൽ നടന്ന പരിപാടിയിലും മേക് 7 കൂട്ടായ്മകൾക്കെതിരെ അബൂബക്കർ മുസ്ലിയാർ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. വ്യായാമം എന്ന പേരിൽ എല്ലാ കുഗ്രാമങ്ങളിലും ടൗണുകളിലും മേക് 7 സദസ്സൊരുക്കുന്നു. ചെറുപ്പക്കാരികളായ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏതു പദ്ധതി വന്നാലും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. വിശ്വാസ സംരക്ഷണമാണ് പ്രധാനമെന്നും അബൂബക്കർ മുസ്ലിയാർ പറയുന്നു. മേക് 7 വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ നേരത്തെ ഉയർത്തിയ വിമർശനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പത്രത്തിൽ നമ്മൾക്കെതിരെ ധാരാളം വാർത്തകൾ കണ്ടുവെന്നും ഞങ്ങൾ യാഥാസ്ഥിതരാണ്, ലോകം മനസ്സിലാക്കാത്തവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളെ പരിഹസിച്ചാലും വിമർശിച്ചാലും കുഴപ്പമില്ല, കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയാണ് പറയുന്നത്. വിശ്വാസം സംരക്ഷിക്കാൻ ഇത്തരം നിലപാടുകളിൽ ഉറച്ചു നിൽക്കേണ്ടതായി വരും. സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള ഏതു പദ്ധതിയും ഇവിടുത്തെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണെന്ന് തന്നെയാണ് അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. അതായത് മേക് 7 വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ അതിരൂക്ഷമായി തന്നെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. സ്ത്രീയും പുരുഷനും ഒരുമിച്ചുള്ള വ്യായാമം വേണ്ടെന്ന നിലപാട് ഉയർത്തിയ കാന്തപുരം സ്ത്രീയും പുരുഷനും പരസ്പരം കാണുന്നതും നോക്കുന്നതും ഇടപഴകുന്നതും ഹറാമാണെന്ന് തന്നെ പറയുന്നു. പണ്ടുകാലത്തെ സ്ത്രീകൾ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുവെന്നും കാന്തപുരം ഇവിടെ ചൂണ്ടിക്കാട്ടി. എന്നാൽ സമൂഹത്തെ പിറകോട്ട് നടത്തിക്കുന്ന കാഴ്ചപ്പാടുകളാണ് ഇതെന്നും ഇത്തരം പിന്തിരിപ്പൻ നിലപാട് അടിച്ചേൽപ്പിക്കരുതെന്നും കാന്തപുരത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.